friends, welcome back to my channel and welcome back to the unreal world of Scotland. ഈ വീഡിയോയിലുടനീളം നമ്മൾ കാണുന്നത് സ്കോട്ടിഷ് ഐലൻഡ്സിലെ ഗ്ലെൻകോയിൽ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ്. റോഡ് ട്രിപ്പും നേച്ചറും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരിക്കും കേട്ടോ സ്കോട്ട്ലൻഡ് ഒന്ന് കാണണമെന്ന്. അപ്പോൾ എൻ്റെ മൈൻഡിലെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരിക്കൽ സ്കോട്ട്ലൻഡിൽ ഒരു റോഡ് ട്രിപ്പ് ചെയ്യണമെന്ന്. ഇന്നിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പോലും ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് കേട്ടോ. അന്നത്തെ ഓരോ മൊമെന്റ്സ് മൈൻഡിൽ കൂടെ ഇങ്ങനെ മിന്നി മാഞ്ഞോണ്ടിരിക്കുന്നു. A mixture of emotions, I would say. I did it kind of feel. I did it when I am still young. I did it with my own hard-earned money. I did it with my own pace. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ? അതെ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ഫീൽ ഉണ്ടല്ലോ, അത്രമാത്രം. നമ്മൾ സ്വീഡനിൽ നിന്ന് ഡയറക്റ്റ് സ്കോട്ട്ലൻഡിലേക്ക് ഡ്രൈവ് ചെയ്യാട്ടോ ചെയ്തത്. ഫസ്റ്റ് ഡേ നമ്മൾ തങ്ങിയത് ഗ്ലാസ്ഗോയിലായിരുന്നു. ഗ്ലാസ്ഗോയിൽ നിന്ന് ഏകദേശം ഒരു 3 hours ആണ് ഗ്ലെൻകോയിലേക്കുള്ള ഡ്രൈവ്. റോഡ് ട്രിപ്പും നേച്ചറും ഒക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊരു സജഷൻ അല്ല, ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് കേട്ടോ. വൺസ് ഇൻ എ ലൈഫ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ റോഡ് ട്രിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ ഗ്ലെൻകോ എത്തി. വെതർ അത്യാവശ്യം കാറ്റും മഴയൊക്കെ തന്നെയാണ്. ചെറുതായിട്ട് സൂര്യൻ പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത്ര സക്സസ്ഫുൾ ആകുന്നില്ല. എന്നാലും കുഴപ്പമില്ല. മഴയത്ത് ആ ഒരു കോടമഞ്ഞൊക്കെ ഇറങ്ങി അടിപൊളി വേറൊരു വൈബ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ സണ്ണി ആയിട്ടിരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കാണണമെന്നുണ്ട്. കാരണം സണ്ണി ആയിരിക്കുമ്പോഴും ഇങ്ങനെ കോടമഞ്ഞ് ഇറങ്ങുമ്പോഴും എൻറ്റയർലി ഡിഫറെൻറ്റ് വൈബായിരിക്കും ഇവിടെ. ഇനി അങ്ങോട്ട് നമ്മൾ ഗ്ലെൻകോയിൽ സ്റ്റോപ്പ് ചെയ്ത ഓരോ അട്രാക്ഷൻസും കണ്ട സ്ഥലങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി വൈറ്റ് ഹൗസ് ഗ്ലെൻകോ ആയിരുന്നു. സ്കോട്ട്ലൻഡ് വിസിറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും ഫോട്ടോ ഡംപിൽ മോസ്റ്റ് പ്രോബബ്ലി കാണാൻ ചാൻസ് ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷനാണ് വി വൈറ്റ് ഹൗസ് ഗ്ലെൻകോ. എൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ വളരെ ബോറായിരിക്കും, എന്നാലും ഈ വി വൈറ്റ് ഹൗസ് ഗ്ലെൻകോയുടെ ഒഫീഷ്യൽ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഗൻഗബ് ഹട്ട് എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്ര ചെറിയൊരു വീട് ഇത്ര ഫേമസ് ആകാനുള്ള കാരണം? ഇത് കുഞ്ഞൊരു കോട്ടേജ് ആണ് കേട്ടോ. ഇത്ര പിക്ചറസ് ആൻഡ് ഡ്രാമാറ്റിക് ആയിട്ടുള്ള മൗണ്ടെയിൻസിന്റെയും വാലീസിന്റെ ഇടയ്ക്ക് ഒരേ ഒരു കുഞ്ഞു കോട്ടേജ്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനും എടുത്തു വയറ് നിറച്ച് ഫോട്ടോസ്. അപ്പോൾ ഈ ലാഗൻഗബ് ഹട്ട് ഓർ ബി വൈറ്റ് ഹൗസ് ഗ്ലെൻകോയുടെ ഉടമസ്ഥത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ട്രസ്റ്റ് ഫോർ സ്കോട്ട്ലൻഡിന്റെ അണ്ടറിലാണ്. പക്ഷെ ഇത് റൺ ചെയ്യുന്നത് സ്കോട്ടിഷ് മൗണ്ടനിയറിംഗ് ക്ലബ് ആണ് കേട്ടോ. എൻ്റെ ഈ ഹോൾ ബിഗ് ബ്ലോഗിലെ അൺപെയ്ഡ് ആക്ടേഴ്സ് ആരൊക്കെയാണെന്നറിയാവോ? അന്നത്തെ മഴയും പിന്നെ കോടൽമഞ്ഞും. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഗ്ലെൻകോയിലെ 3 Sisters വ്യൂ പോയിന്റ് ആണ് കേട്ടോ. അതുവരെയുള്ള നമ്മുടെ ഡ്രൈവിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് കൊളമാക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നാൽ മാത്രം മതി. നമ്മളങ്ങനെ 3 Sisters ക്ലിഫിലെത്തി. ഐസ് പുറത്ത് നോക്കൂ, ഫുൾ ക്ലിപ്സ്. അപ്പോൾ ഈ കാണുന്നതാണ് 3 Sisters വ്യൂ പോയിന്റ് ഇൻ ഗ്ലെൻകോ. ഒരു കാര്യം പ്രത്യേകം പറഞ്ഞോട്ടെ കേട്ടോ, നമ്മൾ മുന്നേ കണ്ട വി വൈറ്റ് ഹൗസ്, ഈ 3 Sisters വ്യൂ പോയിന്റ് ഇതൊന്നും കാണാനായിട്ട് നടക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന റോഡ് സൈഡിൽ തന്നെയുള്ള വ്യൂ പോയിന്റുകളാണ്. ജസ്റ്റ് പാർക്ക് ചെയ്യുക, അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് കാണുന്ന ഇതാണ്. ചുരുക്കി പറഞ്ഞാൽ നടക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്തവർക്കും ഒരുപാട് നടക്കാൻ ഇഷ്ടമുള്ളവർക്കും ഒരുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഞാൻ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിലാണ്. എനിക്ക് അത്യാവശ്യം നടക്കാനായിട്ട് നല്ല താല്പര്യമുള്ള കൂട്ടത്തിൽ. ഞാൻ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ ബിഗ് ഹൈക്ക് സ്കോട്ട്ലൻഡിലായിരുന്നു, ബെൻ നെവിസ്. അതിന്റെ വിശേഷങ്ങൾ അടുത്ത വ്ലോഗിൽ പറയാവേ. കമ്മിങ് ബാക്ക് ടു 3 Sisters. ഇതിന് എന്തുകൊണ്ടാണ് 3 Sisters എന്ന് പേര് വന്നത്? സ്കോട്ടിഷ് ഹൈലാൻഡ്സിലെ A82 റോഡിന്റെ സൈഡിലുള്ള ഈ ഒരു വ്യൂ പോയിന്റിന് 3 Sisters എന്ന് പേര് വരാനുള്ള കാരണം മജസ്റ്റിക് ആയിട്ടുള്ള 3 മൗണ്ടെയിൻ റിഡ്ജസ്, അവരുടെ പേര് ലോങ് ഹിൽ, ഷോർട്ട് റിഡ്ജ് ആൻഡ് ബ്ലാക്ക് റിഡ്ജ്. ഇത് 3 പേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വ്യൂ കിട്ടുന്നുണ്ടാണ് കേട്ടോ. അപ്പൊ അടുത്ത നമ്മുടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഗ്ലെൻകോ വാട്ടർഫോൾ ആണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണത്. എണ്ണിയാൽ തീരാത്തത്ര വെള്ളച്ചാട്ടങ്ങളുള്ള സ്ഥലമാണ് കേട്ടോ ഗ്ലെൻകോ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു വെള്ളച്ചാട്ടത്തിന്റെ ഫ്രണ്ടിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. 3 വ്യത്യസ്തമായ മലനിരപ്പുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് മുൻപോട്ട് ഒരു നദിയായിട്ട് ഒഴുകുന്നു, കോ നദി. ഈ വെള്ളച്ചാട്ടം ജസ്റ്റ് A82 റോഡിന്റെ സൈഡിൽ തന്നെയാണ്. അടുത്ത് കാർ പാർക്ക് കൊണ്ട് വണ്ടി നിർത്തുക, ഒരു 2 മിനിറ്റ് മുമ്പോട്ട് നടന്ന വെള്ളച്ചാട്ടം. ഇനി ഒന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഒറിജിനൽ സൗണ്ട് കേട്ട് നോക്കിയാലോ.
ഗ്ലെൻകോയിലെ ഗ്രാമപ്രദേശങ്ങളുടെയും മലമ്പ്രദേശങ്ങളുടെയൊക്കെ ഭംഗി പകർത്താൻ നമ്മുടെ ഫോണിന്റെ ക്യാമറ ഒന്നും പോരാന്ന് തോന്നിപ്പോയൊരു നിമിഷങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയപ്പോഴേക്കും നമ്മൾ കുറച്ച് ലോസ്റ്റ് ആയിട്ട് തോന്നി തുടങ്ങിയായിരുന്നു കേട്ടോ. കാരണം അടുത്ത 2-3 ദിവസങ്ങളും ഇവിടെ സ്കോട്ടിഷ് ഹൈലൻഡ്സിലെ മഴ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം മുഴുവൻ മഴയത്ത് പെട്ട് പോകാൻ നമുക്കൊരു തോട്ട് വന്നായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ സ്കോട്ട്ലൻഡിൽ സ്പെൻഡ് ചെയ്ത ദിവസങ്ങളിലെ വെതർ എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് ഇനി മുമ്പോട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാകുമേ. മഴയ്ക്കും മറ്റൊരു ശക്തിക്കും നമ്മളെ തളർത്താനാകില്ല എന്ന് ദൃഢവിശ്വാസത്തോടു കൂടി നമ്മൾ ഡ്രൈവിംഗ് തുടർന്നു. അടുത്ത നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്പോട്ട് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലെൻഫിനൻ വയഡക്റ്റ്. ഹാരി പോട്ടർ മൂവി കാരണം ഹോഗ്വാർട്സ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ട്രെയിനും അത് പോകുന്ന റൂട്ടായിട്ടുള്ള ഗ്ലെൻഫിനൻ വയഡക്റ്റും ആ ഒരു സീരീസും അല്ലെങ്കിൽ അതിൻ്റെ ക്ലിപ്പിംഗ്സോ കണ്ടിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു മെമ്മറി ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഹാരി പോട്ടർ മൂവിയിൽ മറ്റു പോകുന്ന ട്രെയിനിൻ്റെ ലൊക്കേഷനിലെത്തിയ ഗ്ലെൻഫിച്ച് വയഡക്റ്റ് ആണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ. അപ്പം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ട്രെയിൻ വരുന്നത് കാണാനായിട്ട് പറ്റുമോ എന്നറിയില്ല. ഇന്നിപ്പോൾ പറ്റിയില്ലെങ്കിൽ വീണ്ടും വരേണ്ടി വരും. എനിവേ നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മളങ്ങനെ ആ ട്രെയിൻ പോകുന്ന ലൊക്കേഷനിൽ വന്നിരിക്കുകയാണ്. പക്ഷേങ്കിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറേ ആൾക്കാർ. നോക്ക് ഗൈസ്, ഇതെല്ലാം അത് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ വിചാരിക്കും കുറച്ച് ആൾക്കാരേ ഉള്ളൂന്ന്. ഈ ട്രെയിനിൻ്റെ ഒരു റൂട്ടിൻ്റെ അപ്പുറത്തെ സൈഡിലൊരു മലപ്പക്കത്ത് വേറൊരു 10 ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ. ആദ്യം നമുക്ക് ട്രെയിൻ പോകുന്നത് കാണാവേ. അപ്പോൾ ഈ ഒരു ഗ്ലെൻഫിനൻ വയഡക്റ്റിൻ്റെ ഒരു വ്യൂ പോയിന്റിലേക്ക് കാർ പാർക്ക് ചെയ്യുന്ന ഏകദേശം 15 തൊട്ട് 20 മിനിറ്റ് വരെ നടക്കാനുണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ഒരു സർവീസ് ദിവസത്തിൽ 2-3 തവണ ഉണ്ടാകാറ്. രാവിലെ ഒരു സർവീസ് 10:15 ഫോർട്ട് വില്യംസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു വയഡക്റ്റിൽ എത്തുന്നത് 10:45 പറയപ്പെടുന്നു. ഈവനിങ് സർവീസ് കാണാനായിട്ടായിരുന്നു പോയത്. അതൊരു 3:15-3:30 ഇടയ്ക്കായിരുന്നു കേട്ടോ തിരിച്ചു വന്നത്. അങ്ങനെ ഇന്നത്തെ ട്രെയിനിൻ്റെ കലാപരിപാടി കഴിഞ്ഞു. നമ്മൾ ട്രെയിൻ സ്ഥലത്ത് നിന്ന് തിരിച്ചു പോവാണ്. ഒരു 10 ആൾക്കാരുണ്ടായി, എല്ലാവരും തിരിച്ചു കൊണ്ട്. ഇതുകൂടാതെ ഒരു 1:20 ഉച്ചയ്ക്ക് പോകുന്ന ഒരു ട്രെയിൻ 6:20 ആകുമ്പോൾ വൈകുന്നേരം തിരിച്ചു വരുമെന്നും പറയപ്പെടുന്നു. 1901 പണി കംപ്ലീറ്റ് ആയ ഈ ഗ്ലെൻഫിനൻ വയഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാലം ഫിനൻ നദിയുടെ മുകളിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിന്റെ അലോക്കേറ്റഡ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസിൽ പാർക്ക് ചെയ്യണമെങ്കിൽ പാർക്കിംഗ് ഫീ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ മാറി വേറെ റോഡ് സൈഡിൽ വെറുതെ ഉള്ളൊരു പാർക്കിംഗ് സ്പേസിലായിരുന്നു പാർക്ക് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഫീ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ഇതിനു മുമ്പ് നമ്മൾ രാവിലെ പോയ സ്പോട്ടുകളിലൊന്നും പാർക്കിംഗ് ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ടായിരുന്നു. പാർക്കിംഗ് ഫീ ഉള്ള സ്ഥലങ്ങൾ ഞാൻ പറയാം. അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ അടുത്ത് എന്തായാലും വെറുതെ റോഡ് സൈഡ് പാർക്കിംഗ് ഉണ്ടാകും. അവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഫീ കൊടുക്കേണ്ടി വരില്ല. അലോക്കേറ്റഡ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസിൽ എന്തായാലും ഫീ കൊടുക്കേണ്ടി വരും. നമ്മൾ അപ്പോൾ ഗ്ലെൻഫിൻ വയഡക്റ്റ് കാണാൻ വന്നിട്ട് തിരിച്ച് വീണ്ടും ഗ്ലെൻകോയിലേക്ക് പോവാട്ടോ. കാരണം ട്രെയിനിൻ്റെ ടൈം കഴിഞ്ഞതുകൊണ്ട്, ട്രെയിനിൻ്റെ പരിപാടി കഴിഞ്ഞതുകൊണ്ട് അടുത്ത സ്ഥലം ഇനി 10:30 ഇവിടെ സൺസെറ്റ്. അപ്പോൾ നമുക്ക് 10 മണി വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ടൈം ഉണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ടവർ പോലെ ഉണ്ടായിരുന്നത് ഗ്ലെൻഫിനൻ മോണുമെന്റ് ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഒരു ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു പള്ളിയുടെ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ പോയി. സെന്റ് മേരി ആൻഡ് സെന്റ് ഫിനൻ കാത്തലിക് ചർച്ച്. ആ പള്ളി ഇരിക്കുന്ന ലൊക്കേഷൻ ഒന്ന് നോക്കിക്കോണേ.
ഇനി നമ്മൾ തിരിച്ച് ഗ്ലെൻകോയിലേക്ക് തന്നെ ഡ്രൈവ് ചെയ്യായിരുന്നു കേട്ടോ. ഗ്ലെൻകോയിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ ഉണ്ടായിരുന്നു ഈ ഗ്ലെൻഫിനൻ വയഡക്റ്റിലേക്കുള്ള ദൂരം. അപ്പോൾ ഇനി ഗ്ലെൻകോയിൽ ചെന്നിട്ട് സ്കൈഫോൾ എന്ന് പറഞ്ഞ മൂവി സോങ് ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലത്തൂടെ ഒരു ഡ്രൈവ് ഉണ്ട്, ഒരു അടിപൊളി ഡ്രൈവ്. ആ ഡ്രൈവ് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതുപോലെ തന്നെ നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലവും ക്യാമ്പിംഗ് പരിപാടികളും എല്ലാം അടുത്തടുത്ത വീഡിയോസിൽ പറയുന്നുണ്ട് കേട്ടോ. വീഡിയോ കുറച്ചങ്ങ് നീണ്ടു പോകുമായതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ, ഗ്ലെൻകോ റോഡ് ട്രിപ്പ്, ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം അടുത്തടുത്ത വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ബാക്കിയുള്ള വീഡിയോസും കാണണം. ഇത് വെറും സാമ്പിൾ ആയിരുന്നു, ഒറിജിനൽ ആയിട്ടുള്ളത് പിന്നാലെ അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.